എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ 3 ഫേസ് UPSനായി മുകളിലുള്ള എല്ലാ പരീക്ഷണങ്ങളും എങ്ങനെ നടത്താമെന്ന് നമുക്ക് പഠിക്കാം. ലക്ഷ്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയും. 1. 3 ഫേസ് UPSന്റെ ഫ്രണ്ട്, റിയർ, പൗണ്ട് കൺട്രോളുകളും ഇൻഡിക്കേറ്ററുകളും തിരിച്ചറിയുക. 2. ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജുകൾ അളക്കുക. 3. ലാമ്പ് ലോഡുകൾ ഉപയോഗിച്ച് ലോഡ് ടെസ്റ്റ് നടത്തുക. ഇത് പ്രായോഗികമാക്കാൻ ആവശ്യമായ ടൂളുകളും എക്വിപ്മെന്റുകളും നമുക്ക് ശേഖരിക്കാം. ട്രെയിനീസ് ടൂൾ കിറ്റ് 1 സെറ്റ്. നമ്പർ 2. 3 ഫേസ് UPS പ്രവർത്തന മാനുവൽ 1 നമ്പർ. ഡിജിറ്റൽ മൾട്ടിമീറ്റർ വിത്ത് പ്രോബ്സ് 1 നമ്പർ. സേഫ്റ്റി ഗ്ലവ്സ് 1 നമ്പർ. കോട്ടൺ വേസ്റ്റ് 1 നമ്പർ. ഇൻകാൻഡസെന്റ് 230 വോൾട്ട് 100 വാട്ട് 3 നമ്പേഴ്സ്. പെൻഡന്റ് ഹോൾഡർ 3 നമ്പേഴ്സ്. കണക്ടിംഗ് വയറുകൾ ആവശ്യാനുസരണം. ഹുക്കപ്പ് വയറുകൾ ആവശ്യാനുസരണം. സുരക്ഷാ മുൻകരുതൽ. സ്റ്റെപ്പ് 1. ഇൻപുട്ട് സപ്ലൈ ബന്ധിപ്പിക്കുന്നതിന് മുൻപ് എർത്ത് കണക്ഷൻ വളരെ പ്രധാനമാണ്. അതിനാൽ ശരിയായ എർത്ത് കണക്ഷൻ ഉറപ്പാക്കുക. സ്റ്റെപ്പ് 2. UPS ഓഫ് ആക്കിയതിനു ശേഷം കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി 5 മിനിറ്റിന് ശേഷം മാത്രം UPS ഓപ്പൺ ചെയ്യുക. സ്റ്റെപ്പ് 3. ഇൻവെർട്ടർ ഓൺ ആയിരിക്കുമ്പോൾ ടെർമിനൽ ബ്ലോക്കിന്റെ കവർ തുറന്ന് സൂക്ഷിക്കരുത്. പ്രൊസീജിയർ. ടാസ്ക് 1. ഫ്രണ്ട്, റിയർ പാനൽ കൺട്രോളുകൾ തിരിച്ചറിയുക. സ്റ്റെപ്പ് 1. UPSന്റെ സ്പെസിഫിക്കേഷൻ രേഖപ്പെടുത്തുക. ബാക്ക് പാനലിൽ സാധാരണയായി ഇൻപുട്ട് പവർ കണക്ഷനുകൾ ഉണ്ട്. ഇവിടെ UPS മെയിൻ പവർ സപ്ലൈയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. സ്റ്റെപ്പ് 2. എല്ലാ ഇൻഡിക്കേറ്ററുകളും സ്വിച്ചുകളും ഉൾപ്പെടെ UPSന്റെ മുൻ പാനൽ വരച്ച് സ്വിച്ച് ചെയ്യുക. ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ്, കറന്റ് ലോഡ്, ബാറ്ററി നില, അലാറങ്ങൾ, സിസ്റ്റം സ്റ്റേറ്റസ് തുടങ്ങിയ UPSനെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നൽകുന്ന ഒരു ഡിസ്പ്ലേ സ്ക്രീൻ അല്ലെങ്കിൽ LCD പാനൽ പലപ്പോഴും മുൻ പാനലിൽ കാണാറുണ്ട്. സ്റ്റെപ്പ് 3. മുൻ പാനലിലെ ഓരോ ഇൻഡിക്കേറ്ററും കൺട്രോളുകളും തിരിച്ചറിയുകയും നിരീക്ഷണം ടാബുലേഷനിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. സീരിയൽ നമ്പർ 1. നെയിം ഓഫ് ദ ഇൻഡിക്കേറ്റർ ആൻഡ് സ്വിച്ച്. ഇൻപുട്ട് സപ്ലൈ ഇൻഡിക്കേറ്റർ. പർപ്പസ്. ഇൻപുട്ട് പവർ സപ്ലൈയുടെ 3 ഫേസുകളും ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു LED ഇൻഡിക്കേറ്ററാണ് ഈ ഇൻഡിക്കേറ്റർ. നമ്പർ 2. ഓൺലൈൻ ഇൻഡിക്കേറ്റർ. ഈ മോഡിൽ മെയിൻ സപ്ലൈ പ്രസന്റ് ആണ്. UPS തുടർച്ചയായി ഇൻകമിംഗ് AC പവറിനെ DCയിലേക്കും പിന്നീട് ACയിലേക്കും പരിവർത്തനം ചെയ്ത് കണക്ട് ചെയ്തിട്ടുള്ള ഉപകരണങ്ങളിലേക്ക് സ്ഥിരവും നിയന്ത്രിതവുമായ ഔട്ട്പുട്ട് വോൾട്ടേജും ഫ്രീക്വൻസിയും നൽകുന്നു. നമ്പർ 3. ഓൺ ബാറ്ററി ഇൻഡിക്കേറ്റർ. ഓൺ ബാറ്ററി ഇൻഡിക്കേറ്റർ പ്രകാശിക്കുമ്പോൾ കണക്ട് ചെയ്ത ഉപകരണങ്ങളിലേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്നതിന് UPS അതിന്റെ ഇന്റേണൽ ബാറ്ററി സിസ്റ്റത്തിൽ നിന്ന് വൈദ്യുതി എടുക്കുന്നു. ഈ ബാക്കപ്പ് ഉപകരണങ്ങളുടെ തുടർച്ച നിലനിർത്താനും വൈദ്യുതി മുടക്കം അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രവർത്തനം മുടങ്ങാതിരിക്കാനും സഹായിക്കുന്നു. നമ്പർ 4. ഓവർലോഡ് ഇൻഡിക്കേറ്റർ. UPS നിലവിൽ ഒരു ഓവർലോഡ് അവസ്ഥ അനുഭവിക്കുകയാണെന്ന് സൂചിപ്പിക്കുന്നതിന് ഓവർലോഡ് ഇൻഡിക്കേറ്റർ പ്രകാശിക്കുന്നു. കണക്ട് ചെയ്ത ഉപകരണങ്ങൾ വലിച്ചെടുക്കുന്ന മൊത്തം പവർ UPSന്റെ പരമാവധി റേറ്റ് ചെയ്ത ശേഷിയെ കവിയുമ്പോൾ ഇത് സംഭവിക്കുന്നു. നമ്പർ 5. ഫോൾട്ട് ഇൻഡിക്കേറ്റർ. UPS കണ്ടെത്തിയ ഒരു തകരാർ അല്ലെങ്കിൽ അസാധാരണമായ അവസ്ഥയുടെ സാന്നിധ്യം സൂചിപ്പിക്കാൻ ഫോൾട്ട് ഇൻഡിക്കേറ്റർ പ്രകാശിപ്പിക്കുകയോ മിന്നുകയോ ഇന്റേണൽ സർക്യൂട്ടിനെ ചെയ്യുന്നു. തകരാറുകൾ, സർക്യൂട്ട് തകരാറുകൾ അല്ലെങ്കിൽ UPS പ്രവർത്തനത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധ പ്രശ്നങ്ങൾ ഈ പിഴവുകളിൽ ഉൾപ്പെടാം. നമ്പർ 6. UPS ബാറ്ററികളിൽ ശേഷിക്കുന്ന ചാർജിന്റെ നിലവിലെ ലെവൽ ബാറ്ററി ഇൻഡിക്കേറ്റർ പ്രദർശിപ്പിക്കുന്നു. ബാറ്ററി ചാർജ് ലെവൽ ഒരു നിശ്ചിത പരിധിക്ക് താഴെയാകുമ്പോൾ കുറഞ്ഞ ബാറ്ററി അവസ്ഥയെ സൂചിപ്പിക്കുന്നതിന് ഇൻഡിക്കേഷൻ പ്രകാശിക്കുകയോ ഫ്ലാഷ് ചെയ്യുകയോ ചെയ്യാം. നമ്പർ 7. ബാറ്ററി ബൈപാസ് ഇൻഡിക്കേറ്റർ. UPS ബൈപാസ് മോഡിൽ പ്രവർത്തിക്കുമ്പോൾ ബാറ്ററി ബൈപാസ് സൂചകം ഉപയോക്താക്കളെ അറിയിക്കുന്നു. ഇവിടെ UPSന്റെ ഇന്റേണൽ ബാറ്ററി സിസ്റ്റത്തിലൂടെ കടന്നുപോകാതെ തന്നെ മെയിൻ യൂട്ടിലിറ്റി സപ്ലൈ വഴി ലോഡ് നേരിട്ട് പവർ ചെയ്യുന്നു. നമ്പർ 8. ലോഡ് ഓൺ UPS ഇൻഡിക്കേറ്റർ. ലോഡ് ഓൺ ഇൻഡിക്കേറ്ററിന്റെ സാന്നിധ്യം ഉപയോക്താക്കൾക്ക് UPS പ്രവർത്തനക്ഷമമാണെന്നും കണക്ട് ചെയ്ത ലോഡുകളിലേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്നതിനായി ശരിയായി ക്രമീകരിച്ചിട്ടുണ്ടെന്നും ഉറപ്പു നൽകുന്നു. നമ്പർ 9. UPS ഓൺ ഓഫ് ബട്ടൺ.
UPS യൂണിറ്റിലേക്കുള്ള പ്രധാന വൈദ്യുതി വിതരണം നിയന്ത്രിക്കാൻ ഓൺ ഓഫ് ബട്ടൺ ഉപയോഗിക്കുന്നു. ബട്ടൺ അമർത്തുന്നത് UPS സജീവമാക്കുകയോ നിർജീവമാക്കുകയോ ചെയ്യുന്നു. ആവശ്യാനുസരണം യൂണിറ്റ് ഓൺ ആക്കാനോ ഓഫ് ആക്കാനോ ഉപയോക്താക്കളെ അനുവദിക്കുന്നു. സ്റ്റെപ്പ് 4. പിൻ പാനൽ സ്വിച്ചുകളും കണക്ടറുകളും ടാബുലേഷനിൽ തിരിച്ചറിയുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക. സീരിയൽ നമ്പർ 1. നെയിം ഓഫ് ദ സ്വിച്ച് ആൻഡ് കണക്ട്. ബാറ്ററി ടെർമിനലുകൾ. പർപ്പസ്: സാധാരണയായി പോസിറ്റീവ് അല്ലെങ്കിൽ ചുവപ്പ് നിറവും നെഗറ്റീവ് അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ടെർമിനലുകളും ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയ ബാറ്ററി ടെർമിനലുകൾ വഴി UPSനുള്ള ബാറ്ററികൾ UPSന്റെ പിൻവശവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. നമ്പർ 2. ഇൻപുട്ട് ടെർമിനലുകൾ. 3 ഫേസിൽ ഓരോന്നിനും ഇൻപുട്ട് ടെർമിനലുകൾ ഉണ്ട്. R, Y, B. ഈ ടെർമിനലുകൾ ഇൻകമിംഗ് AC പവർ സപ്ലൈയുടെ ബന്ധപ്പെട്ട ഫേസുകളുമായി ബന്ധിപ്പിക്കുന്നു. കൂടാതെ ന്യൂട്രൽ കണക്ഷനായി N ടെർമിനലുകളും ഉണ്ടാകും. നമ്പർ 3. ഔട്ട്പുട്ട് ടെർമിനലുകൾ. 3 ഫേസിൽ ഓരോന്നിനും ഔട്ട്പുട്ട് ടെർമിനലുകളും ഉണ്ട്. R, Y, B. ഈ ടെർമിനലുകൾ ലോഡ് ടെർമിനലുകളുടെ ഇൻപുട്ടിൽ ബന്ധപ്പെട്ട ഫേസുകളുമായി ബന്ധിപ്പിക്കുന്നു. കൂടാതെ ന്യൂട്രൽ കണക്ഷനായി N ടെർമിനലുകളും ഉണ്ടാകും. നമ്പർ 4. ഇൻപുട്ട് സ്വിച്ച്. 4-പോൾ സർക്യൂട്ട് ബ്രേക്കറിന് MCB 4 സ്വിച്ചിംഗ് മെക്കാനിസങ്ങളുണ്ട്. അത് ന്യൂട്രൽ കണ്ടക്ടറിനൊപ്പം 3 ഫേസുകളും RYB ഒരേ സമയം തുറക്കാനോ അടയ്ക്കാനോ കഴിയും. ഇൻപുട്ട് സ്വിച്ച് ഇൻകമിംഗ് യൂട്ടിലിറ്റി പവർ സ്രോതസ്സിൽ നിന്ന് UPSനെ പൂർണ്ണമായി ഐസൊലേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു. അടിയന്തര സാഹചര്യങ്ങളിലോ അറ്റകുറ്റപ്പണികൾക്കാവശ്യമായ സാഹചര്യങ്ങളിലോ ഇൻപുട്ട് സ്വിച്ച് വളരെ പെട്ടെന്നും സുരക്ഷിതമായും UPSലേക്ക് പവർ ഓഫ് ചെയ്യാൻ സഹായിക്കുന്നു. നമ്പർ 5. ഔട്ട്പുട്ട് സ്വിച്ച്. ഇൻപുട്ട് സ്വിച്ചിന് സമാനമായി ഔട്ട്പുട്ട് സ്വിച്ചും 4-പോൾ സർക്യൂട്ട് ബ്രേക്കർ MCB ആണ്. ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ക്രിട്ടിക്കൽ ലോഡുകളിൽ നിന്ന് UPSനെ ഐസൊലേറ്റ് ചെയ്യിക്കാൻ സഹായിക്കും. അറ്റകുറ്റപ്പണികൾക്കും സേവനങ്ങൾക്കും ഈ ഐസൊലേഷൻ നിർണായകമാണ്. ലൈവ് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിലേക്ക് എക്സ്പോഷർ ചെയ്യപ്പെടാതെ സുരക്ഷിതമായി UPSലോ ബന്ധിപ്പിച്ച ഉപകരണങ്ങളിലോ പ്രവർത്തിക്കാൻ സാങ്കേതിക വിദഗ്ധരെ അനുവദിക്കുന്നു. നമ്പർ 6. ബാറ്ററി ഫ്യൂസുകൾ. ബാറ്ററി സർക്യൂട്ടിനുള്ളിൽ ഒരു ഷോർട്ട് സർക്യൂട്ടോ മറ്റ് വൈദ്യുത തകരാറോ സംഭവിക്കുമ്പോൾ ഫ്യൂസ് പൊട്ടിത്തെറിക്കുകയോ ട്രിപ്പ് ചെയ്യുകയോ ചെയ്യും. കറന്റ് ഒഴുക്ക് തടസ്സപ്പെടുത്തുകയും ബാറ്ററികൾക്കും അനുബന്ധ ഘടകങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നത് തടയുകയും ചെയ്യുന്നു. നമ്പർ 7. മാനുവൽ ബൈപാസ് സ്വിച്ച്. UPS സിസ്റ്റത്തെ ബൈപാസ് ചെയ്യുന്നതിലൂടെ ഇൻപുട്ട് സോഴ്സിൽ നിന്നും ഉറവിടത്തിൽ നിന്ന് ഔട്ട്പുട്ട് ലോഡുകളിലേക്ക് നേരിട്ട് വൈദ്യുതോർജ്ജം ഒഴുക്കാൻ അനുവദിക്കുന്നു. അറ്റകുറ്റപ്പണികൾക്കോ സേവനത്തിനോ വേണ്ടി UPS ഓഫ്ലൈനിലായിരിക്കുമ്പോഴും വൈദ്യുതി വിതരണത്തിന്റെ തുടർച്ച ഉറപ്പാക്കുന്നു. റീക്യാപ്പ്. ഈ വീഡിയോയിൽ 3-ഫേസ് UPSന്റെ ഫ്രണ്ട് റിയർ പാനൽ കൺട്രോളുകളെയും ഇൻഡിക്കേറ്ററുകളെയും കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. വീഡിയോ കണ്ടതിന് നന്ദി.